സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. ഞാനാണ് ഗായ്സ് മാസ്റ്റർ ക്രാഫ്റ്റ് HD. എല്ലാവരും എന്നെ മറന്നില്ല എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് എനിക്കറിയാം, പക്ഷേ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കാരണം നമ്മളെ എക്സാംസ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എക്സാംസ് ഒക്കെ ഓവറായി നമുക്ക് വെക്കേഷൻ ആയിരിക്കുകയാണ്. നിങ്ങൾക്കും ആയി കാണും, എനിക്കും ആയി. അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് ഫുൾ ആക്റ്റീവായിട്ടാണ് ഗായ്സ് വീഡിയോ ഇടാൻ പോണത്. അപ്പം അതല്ല ഞാൻ ഇതിൽ പറയാൻ വന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോണത് പുതിയ മൈൻക്രാഫ്റ്റിൻ്റെ കിടിലം ഫീച്ചേഴ്സാണ് വരാൻ പോണത്. കിടിലം ഫീച്ചേഴ്സും അപ്ഡേറ്റ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അടുത്ത അപ്ഡേറ്റിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരൊറ്റ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ, ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് 2 പോസ്റ്റേഴ്സാണുള്ളത്. അതിൽ ഒന്നാമത്തേക്ക് അത് ലൈവ് 25 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് 2 ഇലകളാണുള്ളത്. അതായത് 2 ലൈവ് ഈ വർഷം കാണും. പിന്നെ അടുത്ത പോസ്റ്റർ അത് ഡ്രോപ്സ് 25 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈ 4 ഇലകളാണുള്ളത്. അതായത് ഈ വർഷം നമുക്ക് 4 ഗെയിം ഡ്രോപ്സ് കാണാൻ പറ്റും. അതായത് എക്സ്ട്രാ അപ്ഡേറ്റ്സ്. അതായത് അതും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കവർ ചെയ്യും. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് അപ്ഡേറ്റിനാണ്. ഈ അപ്ഡേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും കൗ വേരിയൻസ്, പുതിയ ചിക്കൻ വേരിയൻസ്, പിന്നെ പിഗ് വേരിയൻസ്. കൂടാതെ ഈ അപ്ഡേറ്റിൻ്റെ പേരായിരിക്കും സ്പ്രിംഗ് ടു ലൈഫ്. ഇത് മാർച്ച് 25 റിലീസായി കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള അവൈലബിലിറ്റി നമ്മളതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മൊത്തം വീഡിയോ ഇരുന്ന് കാണുക. പിന്നെ മൈൻക്രാഫ്റ്റ് ഒഫീഷ്യലായിട്ട് പുതിയൊരു ഷെയ്ഡേഴ്സും കാര്യങ്ങളും റിലീസാക്കിയിട്ടുണ്ട്. ആ ഷെയ്ഡേഴ്സാണ് നിങ്ങൾ ഈ ഫ്രണ്ട് സ്ക്രീനിൽ കാണുന്നത്. ഈ ഷെയ്ഡേഴ്സിൽ നല്ല റിയാലിറ്റി ഉണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഒറിജിനൽ നമ്മളെ ഈ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഉണ്ട്. പക്ഷേ ഇതിനി നമ്മളൊരു ഫീച്ചറായിട്ട് ഗെയിമിൽ ഉടൻ തന്നെ വരാൻ പോവുകയാണ്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ പേരാണ് വൈബ്രൻറ്റ് വിഷ്വൽസ്. ഈ ഒരു ഫീച്ചർ നമ്മളെ ഗെയിമിൽ ഉടൻ തന്നെ ഡ്രോപ്പ് ആവും. ഈ അപ്ഡേറ്റിലല്ല, നമ്മൾ അടുത്ത ഏപ്രിൽ മെയ്യിൽ വരാൻ പോണ അപ്ഡേറ്റിലായിരിക്കും ഈ ഒരു ഫീച്ചർ ഓപ്പൺ ചെയ്യാൻ പോണത്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് തന്നെ ഗെയിമിൽ ഓണാക്കാൻ സാധിക്കും. അതുകൊണ്ട് ലോ എൻഡ് ഡിവൈസുകാർക്ക് പേടിക്കേണ്ട. അവർക്ക് വേണമെങ്കിൽ ഇത് ഓഫാക്കാം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഓണാക്കുകയും ചെയ്യാം. നമുക്ക് നല്ല റിയാലിറ്റി ആയിട്ട് നല്ല ഒറിജിനാലിറ്റി പോലെ മൈൻക്രാഫ്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഓണാക്കി കളിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, നല്ല ഷാഡോസിലൊക്കെ നല്ല രീതിക്ക് ഡീറ്റെയിലും കാര്യങ്ങളുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ക്ലൗഡ്സൊക്കെ കണ്ടില്ലേ, എന്തൊരു ക്യൂട്ടാണ് കാണാൻ. ഇല്ലേ, എല്ലാത്തിനും നല്ല റിഫ്ലക്ഷനും. പിന്നെ നമ്മളെ ചിലന്തിയുടെ കണ്ണൊക്കെ കണ്ട് ഇതൊക്കെ നല്ല തിളങ്ങും. പിന്നെ എൻ്റർമാൻ്റെ കണ്ണും തിളങ്ങും. പിന്നെ നിങ്ങളിത് നോക്കുക ലഷ് കേവ്സിലെ ചെറികൾ, ആ ചെറി മറ്റേ പഴം ഉണ്ടല്ലോ, അതൊരു തിളക്കോ. പിന്നെ നമ്മളെ വില്ലേജ്, പിന്നെ നമ്മളെ ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് വെട്ടമൊക്കെ വീടിനകത്തോണ്ട് വരുമ്പോൾ കാണാൻ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. പിന്നെയാണ് ഗൈസ് വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ കണ്ട സൂപ്പറായിട്ട് ഗൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ആൻഷ്യസ് സിറ്റി മാത്രം ഓവറങ്ങ് കറുപ്പിച്ചളഞ്ഞ് അത്രേ ഉള്ളൂ കുഴപ്പം. പിന്നെ നമ്മളെ ഷാഡോയിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് ഡീറ്റെയിൽ കൊടുക്കും. ആ ബീഡുണ്ട്, ഷാഡോ ഒക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇനിയാണ് ഗൈസ് നമ്മളെ ഫോണിരുന്ന് കത്തി ജോലിക്കാൻ പോണത്. ഇത് ഹൈ എൻഡ് ഡിവൈസ് അല്ലെങ്കിൽ PC ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ലോ എൻഡിലൊക്കെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഇരുന്ന് കത്തും. കണ്ട അത്രയ്ക്ക് ക്വാളിറ്റിയാണ് ഈ ഒരു അപ്ഡേറ്റിനുള്ളത്. കണ്ട വെള്ളത്തിനൊക്കെ നല്ല ഒറിജിനാലിറ്റി. ഈ അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മളെ ഗെയിമിൽ വരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ വരാൻ പോണ അപ്ഡേറ്റിനകത്ത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ അപ്ഡേറ്റ് നല്ല രീതിക്ക് ഡീറ്റെയിൽസാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരു അപ്ഡേറ്റാണ്. ഈ അപ്ഡേറ്റിനകത്ത് മേജറായിട്ടുള്ള 2 അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വേറെ ഉള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ പുതിയൊരു ഐറ്റം കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് ഹാപ്പി ഗാസ്. ആ നിങ്ങളെ സ്ക്രീനിൽ കണ്ടത് തന്നെ. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ പറന്ന് നടക്കും. നമ്മളെ നെതർല ഗാസ്റ്റ് പോലെ ഇരിക്കുകയാണ് ഇതും. പക്ഷേ ഇത് നെതർല ഗാസ്റ്റ് അല്ല, ഇത് നേരെ അതിൻ്റെ തിരിച്ചുള്ള സാധനമാണ്. ഇത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ നെതറിലാണ് ഇത് പോകേണ്ടത്. അവിടെ പറന്നൊന്നും നടക്കത്തില്ല. ഈ സോൾസ് ആൻഡ് വാലി വരണം. അപ്പോൾ ഇവിടെ ബോൺ സ്ട്രക്ചർ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കും. അത് കണ്ടില്ലേ, ആ ഒരു ഗാസ്റ്റിൻ്റെ മുഖം നല്ല സാഡായിട്ടുണ്ടല്ലേ ഗൈസ്. ഇത് ഹാപ്പി ആക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്ലോക്കിൻ്റെ പേരാണ് ഡ്രൈഡ് കാസ്റ്റ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒബ്റ്റെയിൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്യാൻ, വേണമെങ്കിൽ കൈ വെച്ച് മൈൻഡ് ചെയ്യാം. അതൊക്കെ പ്രോസസ്സ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ അതിൻ്റെ മുഖം കണ്ടോ, അല്ല വിഷമിച്ചിരിക്കുകയാണ്. ഇതിനെ സ്മൈലി ആക്കാനായിട്ട് ഗൈസ് വേറൊരു പരിപാടിയുണ്ട്. ആദ്യം നമ്മൾ നെതറിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഈ ബ്ലോക്ക് നമ്മളങ്ങ് പൊട്ടിച്ചെടുക്കണം. നമുക്ക് കൈ കൊണ്ട് ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അറിഞ്ഞൂടെ അവർ അപ്ഡേറ്റ് ഇപ്പോൾ മാറ്റുന്നു. പിന്നെ ഓവർ വേൾഡിലോട്ട് വന്നതിന് ശേഷം ഈ ബ്ലോക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഗൈസ് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതിങ്ങനെയല്ല മറ്റേ നമ്മളെ ആമമുട്ട വിരിയത്തില്ല, അതുപോലെ വിരിയും. 20 മിനിറ്റ് എടുക്കും ഇത് വിരിയാനായിട്ട്. നമ്മൾ ആമമുട്ടയിൽ ക്രാക്ക് വരുത്തില്ലേ സമയം കഴിയുന്ന പോലെ, അതുപോലെ ഇതിൽ നിന്ന് ക്രാക്കൊന്നും വരത്തില്ല. ഇതിൽ നിന്ന് പച്ച കളർ പാർട്ടിക്കൽസ് വരും. നമ്മളില്ല വില്ലേജസിനെ ബ്രീഡ് ചെയ്യുമ്പോൾ വരുന്ന പോലെ കണ്ട ഈ പാർട്ടിക്കൽസ് വരും. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പം ഇത് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും പതുക്കെ. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് വിരിഞ്ഞ് വരും ഒരു ഗ്യാസ്റ്റിലിംഗ്. ഈ സാധനത്തിൻ്റെ പേരിപ്പോൾ ഗ്യാസ്റ്റിലിംഗ് ആണ്. ഇത് ഹാപ്പി ഗാസ്റ്റിൻ്റെ ഒരു കൊച്ചു വേരിയൻ്റാണ്, ബേബി മോബാണ്. ഇതിൻ്റെ പണി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കണ്ണി കാണുന്ന പ്ലെയേഴ്സിനെയും മോബ്സിൻ്റെ പിറക്കിൽ ഇങ്ങനെ പോകും. അതിന് ബോറടിക്കുക. പിന്നെ അതിങ്ങനെ 4 ചുറ്റും കറങ്ങി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. നമ്മളെ റെൻഡർ ഡിസ്റ്റൻസിൻ്റെ അടുത്തൊന്നും പോകത്തില്ല, എന്നാലും നമ്മളെ കൂടെ ഇങ്ങനെ പറ്റി ഇങ്ങനെ നടക്കും. ഇതിനെന്ന് വെച്ചാൽ ഫയർ ബാൾ തീരെ ഇഷ്ടമല്ല. ഇതിന് ഇഷ്ടമുള്ള വേറൊരു സാധനമാണ്, ഫയർ ബാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്നോ ബാൾ. ഇത് അതിന് തിന്നാനായിട്ട് കൊടുക്കുമ്പോൾ അത് വലുതായി ആവും ഹാപ്പി ഗാസ്. ഈ ഒരു ഹാപ്പി ഗാസിൻ്റെ മുഖം കണ്ടില്ല, നല്ല ചിരിക്കുന്ന മുഖം അല്ലേ. നമ്മളെ നെതർലാൻഡ് മോബ് കണ്ട ഒരു ചിരിയില്ല, ഒന്നുമില്ല.
വേറെ ഒരു മുഖം. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ചിരിച്ചിരിച്ച് ഓവർ വോളിൽ ഇങ്ങനെ നടക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത ഉപകാരം എന്ന് പറയുന്നത് ഇത് റൈഡബിൾ ആണ് ഗൈസ്. ഇത് നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാസ്റ്റിൽ കണ്ട ഈ സാധനം വെച്ചാണ് റൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ഗൈസ് ബ്ലൂ ഹാർനസ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇവിടെ 3 ലെതറും 2 ഗ്ലാസ് അപ്പുറം ഇപ്പുറം നടുക്ക് നിങ്ങളെ ഇഷ്ടമുള്ള കളറിലെ വൂള്. ഇവിടെ ഇപ്പോൾ ബ്ലൂ ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വെക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ആ ബ്ലൂ വൂള് മാറ്റിയിട്ട് വേറെ ഏത് ഇഷ്ടമുള്ള കളറിൽ വെച്ച് കൊടുത്താൽ ആ കളറിലെ ഹാർനസ് റെഡിയാവും. ഇതെടുത്ത് നമ്മൾ നേരെ നമ്മളെ സാഡിൽ കുതിരയ്ക്ക് വയ്ക്കുന്ന പോലെ ഗാസ്റ്റിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ സ്നോ ബാൾ കാണിച്ച് വിളിച്ചു വരുത്തുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എറിയങ്ങി ഇരിക്കുക. ഇതിൽ ഒരാൾക്കെന്നല്ല ഗൈസ് 4 പേർക്ക് ഇരിക്കുക. അതായത് നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും, സ്ക്വാഡ് ആണെങ്കിൽ അവർക്കും, ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്കും എല്ലാവർക്കും ഇരുന്ന് സഞ്ചരിക്കാം. ഇത് അതിനായിട്ടാണ് ഗൈസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കിടിലം ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ കണ്ണിരിക്കുന്ന ഗൂഗിൾസ് ഉണ്ടല്ലേ, അതങ്ങ് മണ്ടയിലോട്ടാവും. അത് പ്ലെയർ ഒന്നുമില്ല. അതിൻ്റെ കൂടെ അതിങ്ങനെ പാറ പോലെ അവിടെ തന്നെ ഇരിക്കും. അതിൽ കയറുമ്പോൾ ആ ബ്ലൂ കണ്ണാടി, ആ ഗൂഗിൾസ് ഉണ്ടല്ലേ, അത് നേരെ അങ്ങ് താഴോട്ട് വരുന്നതായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും പറഞ്ഞു നടക്കാം. ഇനി ഇലക്ട്രിക്കും അതിനും ഇതിനും വേണ്ടി ഒന്നും കഷ്ടപ്പെടേണ്ട വെറുതെ ഇത് തന്നെ മതി. പക്ഷേ ഇത് ഇച്ചിരി സ്ലോ ആണെങ്കിലും ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബിൽഡൊക്കെ നടത്തുമ്പോൾ ഉണ്ടല്ലേ വലിയ മെനക്കേട ബ്ലോക്കൊക്കെ വെച്ച് മണ്ടേ പോണ്ടേ, അതിന് പകരമാണ് ഈ ഹാപ്പി കാസ്. ഇതിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പാറ പോലെ അവിടെ നിൽക്കും. 1 ഇഞ്ച് പോലും അനങ്ങത്തില്ല. വേണമെങ്കിൽ നമുക്ക് ആ കാസിൻ്റെ മണ്ടേ കയറി നിൽക്കുകയും ചെയ്യാം ഗൈസ്. അത്രയ്ക്ക് കിടിലൻ ഫീച്ചറാണെന്നറിയാം. ഇതുപോലത്തെ ഓസം കണ്ടൻസിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഈ അപ്ഡേറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.